ആരാണ് വിളിക്കുന്നത്? ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടമാണിത്. ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് അത്. ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ടോ? വീട്ടിലിടയ്ക്ക് കാണാറുണ്ട്, പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് ഒരു സബ്ജക്റ്റ് പറഞ്ഞ്? ആഷിഖ് പറഞ്ഞിട്ട്, ആഷിഖും മിലിന്ദും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീന തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ പോയി അഭിനയിച്ചു. ആദ്യ ഒരു ദിവസം വിളിച്ചു, പിന്നെ 2 ദിവസം വിളിച്ചു, പിന്നെ 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായി. അങ്ങനെ ആദ്യം ഒരു ദിവസം പറഞ്ഞാണ്, പിന്നെ തുടർന്ന് അല്ലേ? അല്ല, നല്ലൊരു എക്സ്പീരിയൻസ്. നന്നായിട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് നമ്മള്. ജോക്കുട്ടനെ എനിക്കൊക്കെ പേഴ്സണൽ അറിയാവുന്ന. ജോക്കുട്ടൻ വേറെ സിനിമയിലും അഭിനയിച്ചു. ആദ്യമായിട്ട് അങ്ങനെ പറയുന്നത് 5-6 പടം കഴിഞ്ഞു. അതെ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോഴുള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കാടൊപ്പം സ്ക്രീൻ ചെയ്യുമ്പോൾ അവിടെ ഡയലോഗ് വരുന്നുണ്ട്, മമ്മൂക്കാടൊപ്പം നിൽക്കണം. അതിന് നിങ്ങൾ ടെൻഷൻ എന്നാണോ പറയാ? പിന്നെ എന്താ പറയണ്ട പറയൂ. എനിക്കറിയില്ല എന്താ പറയണ്ടത്. ജോക്കുട്ടൻ എന്താണ് അനുഭവിച്ചത്? എനിക്ക് അനുഭവിച്ച എന്താന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഷൈൻ ടോൺ ജോ ആക്കിയത്. എന്താണ്? ഞാനൊരു എക്സ്ക്യൂസ് പറയാണ്. കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി 2-3 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊമോഷനും ഉണ്ട്, പിന്നെ ഷൂട്ടിംഗ് ഉണ്ട്, ഡബിങ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പയ്യെ ഇനി കാലിക്കറ്റ് എത്തണം. അതുകൊണ്ട് എന്നോട് ദയവായി ക്ഷമിക്കുക. എല്ലാവരും സിനിമ എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഇരിക്കട്ടെ, ഇരുന്നോ. മോനെ, ജീവിതത്തിൽ ഗെയിം കളി ഉണ്ടോ മോൻ? ഇതിനകത്ത് എങ്ങനെയാണ് ജീവിതത്തിൽ ഗെയിം കളിയൊക്കെ എങ്ങനെയാണ്? ഞാൻ ഗെയിം നല്ല അഡിക്റ്റ് ഒന്നും അല്ല, നല്ല ഇടയ്ക്ക് കുറച്ച് ഗെയിമൊക്കെ. സിനിമ കണ്ടപ്പോൾ അഡിക്റ്റ് ആയോ? ഇല്ലില്ല, എനിക്ക് ഗെയിം കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു റോള് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു ചെയ്യാൻ. ജോയ്സ്റ്റിക്കിലെല്ലാം അത്യാവശ്യം ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഓരോന്ന് അമർത്തിക്കൊണ്ടൊക്കെ ഇരുന്നു. അത് നല്ല രസമായിട്ട് സ്ക്രീനിൽ കാണാനുണ്ട്. അതിലും നല്ല സന്തോഷമുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പേരൻസ് ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു. എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്തിരി എള്ളിച്ച കൂടി മമ്മൂട്ടി മാമയുടെ കൂടെ ഒരു നല്ലൊരു റോള് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയും കുറേ ആൾക്കാർ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഇവരുടെയൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ലൊക്കേഷൻ പോയപ്പോൾ മമ്മൂക്ക എന്താണ് പറഞ്ഞത്? ലൊക്കേഷനിലൊന്ന് ഓർമ്മ പങ്കിട്ട്. ലൊക്കേഷനിൽ അങ്ങനെ അത്ര സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1-2 സീനല്ലേ ഉള്ളൂ. എന്നാലും എങ്ങനെ അവയു എന്നൊക്കെ ചോദിച്ചു. എങ്ങനെ ഒരു സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അതന്നെ സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോള് ചെയ്യാൻ പറ്റിയല്ലോ. അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളൊക്കെ വലിയൊരു സന്തോഷം.